8 മാസമായിരിക്കുന്നു നിഷയ്ക്ക്. പറയാൻ കാരണം അത് അങ്ങനെ വരുത്തിയതും ഇവള് തന്നെയാ. പറയാൻ കാരണം ഇവള് തന്നെ എന്ന് പറയാൻ കാരണം ഇവള് സാധാരണ ഒരു കാര്യം എന്തെങ്കിലും ഈ 8 മാസത്തിന്റെ ഉത്തരവാദി അവരാണോ? അവള് തന്നെയാ. പറയാൻ കാരണം എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഇവര് വന്നിട്ട് ഇന്നേ വരെ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കോ പറയോ ഇതല്ല. ഇതൊക്കെ ഒരു ഭാര്യയെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതാണ്. ഭാര്യ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതല്ല, ഭാര്യ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് അവസരം കൊടുക്കാനായിട്ട് അവള് വീട്ടിൽ വരുന്നു. 8 മാസമായി എന്ന് പറയണു. ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ലാസ്റ്റ് ആണ് കൂടിയിട്ടില്ല എന്ന് ചോദിച്ചു നോക്ക്. ഇതിപ്പോ എത്ര നാളായി ഈ ഒരു ബന്ധം തുടങ്ങി? 3 വർഷമായി ഞാൻ കോള് കണ്ടുപിടിച്ചിട്ടെ. ഈ ചുമ്മാ വിളിക്കണുള്ളൂ, ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമുണ്ടെങ്കിൽ എന്തിനാ മാഡം അച്ചായി എന്ന് വിളിക്കണേ? ഇനി ഇവക്കടെ കൂടുതൽ ഞാൻ ജീവിക്കണേക്കാളും ഭേദം ഞാൻ വല്ല ആത്മഹത്യ ചെയ്യാം. അല്ലാതെ ശാശ്വതമല്ല. ഇവക്കടെ കൂടെ ഇനി ഞാൻ ജീവിക്കാൻ തയ്യാറല്ല. മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, 2 മക്കളുടെ കാര്യം പറഞ്ഞു. മക്കൾക്ക് ഞാൻ ചെലവിന് കൊടുക്കാൻ തയ്യാറാ, അവക്കും ചെലവിന് കൊടുക്കാൻ തയ്യാറാ. 100 രൂപ വീതം 100 രൂപ വീതമാണോ 200 രൂപ വീതമാണോ? ഞാൻ പണിയുന്ന ഒരു ദിവസം 500 രൂപ ചെലവില്ലാതെ 500 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. 10,000 രൂപ വരെ ചെലവില്ലാതെ 500 രൂപയ്ക്കാണ് ഞാൻ പണിയുന്നത്. അതിനന്ന് എന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ചെലവ് കഴിയണം. അത് കഴിഞ്ഞ് കിട്ടണേൽ ഒരു ഓഹരി തരും. അല്ല സന്തോഷേ, ബിന്ദു പറയുകയായിരുന്നു നിങ്ങൾ ചിട്ടി കെട്ടുന്ന കാശം മറ്റു രീതിയിൽ. ഒരു തവണ ചിട്ടി വിളിച്ചു, അതിനകത്ത് 5000 രൂപ കൊണ്ടുവന്ന് പോലീസുകാർക്ക് കൊടുത്തിട്ടാണ് അന്ന് എന്നെ പിടിച്ചടിച്ചത്. പിന്നെ പോയിട്ട് അങ്ങാണ്ട് 4000 രൂപ 5000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ആ പൈസ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ തന്നെ കൊച്ചിനോട് പൈസക്ക് മേടിക്കാൻ പറഞ്ഞു. ആ പൈസ 5000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെന്നാ പറയുന്നത്. ബിന്ദുവും സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ് സന്തോഷിനോട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ നിയമപരമല്ലാത്ത പല ബന്ധങ്ങളിലും പോയി ചാടുക, അതിനെ നിർഗുണപരബ്രഹ്മയായിട്ടുള്ള ഒരു ഭാര്യ. ഇവക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഇവക്കടെ വീട്ടുകാർക്ക്, ഇവക്കും അവക്കടെ അല്ലെങ്കിൽ ഇവക്കടെ ചേച്ചിക്ക് 2 പെൺപിള്ളേരുണ്ട്, 2 മക്കളുണ്ട്. ഈ അവസ്ഥ അവർക്കടെ പിള്ളേർക്ക് വരണമെങ്കിൽ ആ ചേച്ചി എന്നെ കൈ കെട്ടി നോക്കി നിൽക്കോ? നോക്കി നിൽക്കില്ല. അപ്പൊ അതന്നെ ചേച്ചി ആ ചെറുക്കന്റെ വീട്ടുകാരായിട്ട് ചെന്ന് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ നോക്കോളൂ. ഇവർക്ക് വന്നിട്ട് എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ ചാച്ചന്മാര് തൊട്ടപ്പുറം താമസിക്കുന്നുണ്ട്, ഇവരുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. ഇതിനൊക്കെ ഇതൊന്നും മിണ്ടാതെ നേരെ ചെല്ലണ വഴി ഓടി സ്റ്റേഷനിൽ ചെല്ലും. അവിടെ കുറെ പരാതി എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മറ്റേ എന്നോട് കുറെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. 2 പിള്ളേരുടെ ഡ്രസ്സ് കഴുകി, അവരുടെ ഡ്രസ്സ് കഴുകി കുടുംബത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ നേരമില്ല. അവർക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാവിലെ മുതൽ ഇരുന്ന് കഴിഞ്ഞാൽ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ, പഠിക്ക് പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല. ചേച്ചിയുടെ വീട്ടിൽ പോയി TV കണ്ട് ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. വേറെ നിങ്ങളിപ്പോ ഒരു പ്രധാന കഥാപാത്രമായിട്ട് പറയുന്ന ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് ചേച്ചിയുടെ വീട്ടിൽ പോവരുത് എന്ന് സ്റ്റേഷനിൽ വരെ പറഞ്ഞു വിട്ടായിരുന്നതാ. വീണ്ടും ഇത് തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരണ്ടേന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ജോലി കഴിഞ്ഞ് ഇപ്പൊ ഈ പുറത്തു പോയി കിടക്കണവര് ദുബായിക്ക് പണിക്ക് പോകുന്നുണ്ട്, അവരുടെ വീട്ടിൽ അവര് എല്ലാവരെയും വിളിച്ച് കാവലിരുത്തിയിട്ടാണോ പോണത്? അല്ല, ഞാൻ പാലക്കാട്. ഇപ്പൊ പണി നടക്കണ ഉഴൂരാണ്. ഞാൻ ഉഴൂരിന്ന് ഡെയിലി വരുന്നുണ്ട് ഇപ്പൊ വീട്ടില്. എനിക്ക് ഡെയിലി വരാൻ പറ്റുന്നതാണ്. എനിക്ക് നിർബന്ധം. വെള്ളം പോലും ഇല്ലാത്ത എലി കുത്തിയ വീട്ടിനകത്ത് ആ 2 പിള്ളേരും വളരണം. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും അത് കുറ്റമല്ല, ആണുങ്ങൾ എന്ത് ചെയ്താലും കുറ്റം എന്നുള്ള രീതിക്കടെ അല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, അവക്കും ആഗ്രഹം വേണമായിരുന്നു. വെള്ളം ഞാനൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് കഴിച്ച ആളാ. ഞാനൊക്കെ വെള്ളം ചുമന്ന്, അതായത് നേരെ കുത്തനെ കയറ്റത്തിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് ചുമന്ന് കൊണ്ടുവന്ന് ജീവിച്ചയാളാ ഞാൻ. എന്റെ വീടിന്റെ തൊട്ടപ്പുറം ഇപ്പുറം കിണറുണ്ട്, വെള്ളം കുറണ്ടാതെ ഒരാളും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ എന്റെ 2 പിള്ളേർ വീട്ടിൽ വന്ന് ഒരാഴ്ചയോളം എന്റെ കുറിച്ച് ഞാൻ വെള്ളം വൈകുന്നേരം ചുമന്ന് കൊണ്ടുവന്ന് ഞാൻ എന്റെ പിള്ളേർക്ക് അരി വെച്ച് കൊടുത്തു. ശരി സന്തോഷ്, സംഭവിച്ചു. വെള്ളം അവര് ബലയുടെ മേളിൽ നിന്ന് ചുമന്നുകൊണ്ട് വന്ന് മാത്രമേ ഇനി കുടുംബം പരിപാലിക്കാവൂ നമുക്ക് പറഞ്ഞ് ഏർപ്പാട് ചെയ്യാം. നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ച് ഒന്ന് താമസിക്കില്ല. ഇനി അവക്കടെ കൂടുതൽ എന്റെ ജന്മത്ത് ഞാൻ ആത്മഹത്യ ചെയ്താലും ശരി ഞാൻ അവക്കടെ കൂടെ ജീവിക്കും. ഞാൻ ആത്മഹത്യ ചെയ്താലും ശരി ഞാൻ അവക്കടെ കൂടെ ജീവിക്കും. ഉറപ്പാ. അത് മാത്രം പറഞ്ഞാൽ മതി. ബിന്ദുവിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ തയ്യാറല്ല. എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല. നിഷ എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആ സ്ത്രീ, അവരുടെ നാളത്തെ അവസ്ഥ എന്താണെന്ന് ഇന്ന് ഈ നിമിഷം പോലെ അവർ കണക്ക് കൂട്ടും. അവരൊരു സ്ത്രീ ആണെങ്കിൽ, അവരൊരു യഥാർത്ഥ സ്ത്രീ ആണെങ്കിൽ അവരുടെ മനസ്സിലാവും, ദൈവം കാണിച്ചു കൊടുക്കും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ ചെയ്ത പ്രവൃത്തി നീതിയല്ലാത്തതായിരുന്നു, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായിരുന്നു സന്തോഷിന്റെ ഉദ്ദേശം? ഇങ്ങനെ ഒരു കുടുംബം കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ആ സ്ത്രീക്ക് ബോധ്യപ്പെടും. ആ സ്ത്രീക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇവരിപ്പോൾ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൻ്റെയൊക്കെ പുറകെ നിങ്ങൾ പോകേണ്ടി വരും.
അതിനൊക്കെ നിങ്ങൾ ചെലവാക്കേണ്ടിയും വരും. അവർക്ക് ന്യായമായിട്ട് എന്ത് ചെയ്യണോ കോടതി അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് കുറച്ച് താമസിച്ചായാലും തീർച്ചയായിട്ടും അവർക്കത് കിട്ടുകയും ചെയ്യും. അവർ ചോറ് വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും അവർക്കെല്ലാം ഉറപ്പുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വരെ വന്ന് എത്തിയത് അവര്. അപ്പം നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെന്ന് വിചാരിക്കുക പ്രധാനമായിട്ടും. പിന്നെ നിങ്ങൾ പോയി കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പല പല തോന്നലുകളുണ്ടായി ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് സാധിക്കുകയില്ല. അതിന് നിയമപരമായിട്ടുള്ള രീതികളുണ്ട്. ആ രീതിയിൽ മാത്രമേ സാധിക്കൂ. ഈ പുള്ളി ഇങ്ങനെ പറയണത് എന്റെ കയ്യിൽ നിന്ന് ആ ഡിവോഴ്സ് പേപ്പർ കിട്ടണം, എന്നിട്ട് വേണം നിഷയായിട്ടുള്ള മാരേജ് ഉറപ്പിക്കാൻ. അതാണ് പുള്ളി ഇപ്പൊ നിർബന്ധിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ മാഡം ഇപ്പൊ പറഞ്ഞ പോലെ നിഷയ്ക്ക് ബോധ്യപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം നിഷ പരപുരുഷ ബന്ധമാണ്. അത് എന്റെ വിജി ചേച്ചിക്ക് ശരിക്കും അറിയാം. വിജി ചേച്ചിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ പല ആളുകളും വിളിച്ചു പോയോണ്ടിരുന്നപ്പോഴത്തേനും ചേച്ചി അനാവശ്യം പറയുന്നത് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ച് അങ്ങ് ചുമ്മാ വെറുതെ അങ്ങ് വിജയിക്കാൻ. ആരും ലോഡ്ജിൽ പോയി പിടിച്ചോണ്ട് പോയി? ആരും ലോഡ്ജി ഒന്നും പിടിച്ചില്ല. ഉള്ള തോന്നിയാസം മുഴുവൻ കാണിച്ചുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ചും അനാവശ്യം. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 5110.